ഹോർമുസിൽ കടൽ യുദ്ധം കനക്കുകയാണ്. ഇറാനും യുഎസും കപ്പലുകൾ പിടിച്ചെടുക്കാൻ മത്സരിക്കുന്നു. ലബനാനിൽ വെടിനിർത്തൽ നീട്ടിയെന്ന പ്രഖ്യാപനത്തിന് ശേഷവും ഇസ്രായേൽ ആക്രമണം നടത്തി. യുദ്ധം തുടരുമെന്ന സാഹചര്യം വന്നതോടെ ആഗോള എണ്ണവില കുതിച്ചുയരുകയാണ്. സംഘർഷം രൂക്ഷമാകുന്നതിനിടെ നയതന്ത്ര നീക്കം തുടരുകയാണ് പാകിസ്ഥാൻ. വിദേശകാര്യമന്ത്രി ഇസ്ഹാഖ് ദറും പട്ടാള മേധാവി ആസിം മുനീറും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയുമായി ടെലിഫോണിൽ സംസാരിച്ചു. ബി കെ സുഹൈലും എം സി നാസറും വിവരങ്ങൾ നൽകാനായി ചേരും. ആദ്യം ബി കെ സുഹൈലിലേക്കാണ്. സുഹൈൽ, ഈ ഹോർമുസിലെ പ്രതിസന്ധിയാണ് വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. അത് ആഗോളതലത്തിൽ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നിലവിൽ ഹോർമുസിൽ എന്താണ് സംഭവിക്കുന്നത്? അനീഷ, വെടിനിർത്തലിനെ കുറിച്ച് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ഭാഗത്ത് പറയുമ്പോഴും മറുഭാഗത്ത് കടൽ യുദ്ധം കനക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ അന്താരാഷ്ട്ര കപ്പലുകൾ 2 ഇറാൻ പിടിച്ചെടുക്കുന്നു. അതിന് പകരമായി ഇറാനുമായി ബന്ധമുള്ള കപ്പലുകളെ പിടിക്കാനുള്ള ശ്രമം അമേരിക്കയും നടത്തുകയാണ്. ഈ മേഖലയിൽ മൈനുകൾ വിതറുന്ന ഏത് ബോട്ടുകളെയും, ഇറാന്റെ ബോട്ടുകളെയും ഉടൻ വെടിവെച്ചിടണം എന്ന് പറയുകയാണ് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത് തട്ടിപ്പാണ് എന്ന വാദമാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഹോർമുസ് കടലിടുക്കിലെ നാവിക ഉപരോധം അത് തന്നെയാണ് യുദ്ധം എന്ന് ഇറാൻ പറയുന്നു. അപ്പോൾ അതേ അർത്ഥത്തിൽ തന്നെ തിരിച്ചടിക്കാനും ആ മേഖലയിൽ ഹോർമുസിൽ ആർക്ക് ആധിപത്യം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള പരീക്ഷണം 2 ഭാഗത്തും നടക്കുന്ന ഈ ഘട്ടത്തിലാണ് വീണ്ടും ഒരു സംഘർഷത്തിന്റെ സാധ്യത തെളിയുന്നത്. ഈ മേഖലയിൽ കടലിൽ മാത്രമല്ല ഇപ്പോൾ സംഘർഷം കനക്കുന്നത്, നാവിക മേഖലയിൽ ഉള്ള ഈ സംഘർഷത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് വന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം തെഹ്റാന്റെ വിവിധ മേഖലകളിൽ ശത്രു സാന്നിധ്യം ഉണ്ടായോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാകെ ഇറാനിൽ വീണ്ടും സജ്ജമാക്കിയിരിക്കുകയാണ് എന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയാണ്. ഇറാന്റെ നേതൃത്വം പറയുന്നത് ഒരിക്കലും കീഴടങ്ങില്ല എന്നുള്ളതാണ്. ഏതൊക്കെ ചർച്ചകൾ എന്ന് പറഞ്ഞാലും അതിനോട് ഇനി കീഴടങ്ങണമെങ്കിൽ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചല്ല അമേരിക്ക പോകുന്നത് എന്നുള്ള ചിന്ത ഉണ്ടായാൽ മാത്രമേ, അത് തെര്യപ്പെടുത്തിയാൽ മാത്രമേ ഇനിയൊരു വെടിനിർത്തൽ ചർച്ചകളിലേക്കേ ഉള്ളൂ എന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയാണ്. ഇനി ലബനാനിലേക്ക് വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു മേഖല ലബനാനിൽ കൂടി ആക്രമണം നിർത്തിയാൽ മാത്രമേ ഞങ്ങൾ ചർച്ചയ്ക്കുള്ളൂ എന്നാണ് ഇറാൻ പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് താൽക്കാലികമായി ഒരാഴ്ചത്തെ വെടിനിർത്തലുണ്ടായത്. അതിനുശേഷം വെടിനിർത്തൽ തീയതി അവസാനിക്കുന്ന ഇന്നത്തെ ദിവസം 3 ആഴ്ച കൂടി അത് നീട്ടാനുള്ള തീരുമാനമായിട്ടുണ്ട്. പക്ഷേ അത്തരമൊരു തീരുമാനം ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുമ്പോഴും മറുഭാഗത്ത് ലബനാനിൽ ഇസ്രായേലിന്റെ വലിയ ആക്രമണം ഉണ്ടാകുന്നു. തെക്കൻ ലബനാനിലെ വിവിധ ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പുറമെ ഇന്ന് വീണ്ടും ആക്രമണങ്ങൾ തുടരുകയാണ് ആ മേഖലകളിൽ. അവിടെ ഒരു മാധ്യമ പ്രവർത്തക കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു. അതേപോലെ തന്നെ UN-ന്റെ സമാധാന സേനയിൽപ്പെട്ട ആളുകൾ കൊല്ലപ്പെടുന്നു. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും ലബനാൻ അശാന്തമായി തന്നെ തുടരുകയാണ്. അതിന് പുറമെയാണിപ്പോൾ ഈ മേഖലയിലാകെ, പശ്ചിമേഷ്യയിൽ ആകെ യുദ്ധം വീണ്ടും അവസാനിക്കുന്നില്ല എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ക്രൂഡ് ഓയിൽ വില ആഗോള വിപണിയിൽ കുതിച്ചുയരുന്നു, 100-ന് മുകളിലേക്ക് വീണ്ടും പോകുന്നു. അതേപോലെ തന്നെ സ്വർണ്ണവില താഴോട്ട് കുതിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ആഗോള ഓഹരി വിപണികളിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകുന്നു, അത് താഴോട്ട് പതിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ യുദ്ധം അവസാനിക്കുകയാണ് എന്നൊരു പ്രതീതിയാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായതെങ്കിൽ ഇപ്പോൾ വീണ്ടും ആ യുദ്ധം കൂടുതൽ സംഘർഷഭരിതമാകുന്നു എന്നുള്ള പ്രതീതിയാണ് സൃഷ്ടിക്കപ്പെടുന്നത്.